ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് ഇടുന്നത്. കുറച്ച് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തെ പഴക്കമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ തറവാട്ടിൽ, അതായത് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ ഒരു വഴിപാട്, ഒരു ചടങ്ങ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ ചെറിയച്ഛൻ്റെ വീട്ടിൽ നിന്ന്, ഞങ്ങൾ മാമ എന്നാണ് വിളിക്കുക. അപ്പോൾ മാമയുടെ വീട്ടിൽ നിന്ന് ഒരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മൂക്കുതല കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉണ്ടല്ലോ, അവിടേക്ക്. അപ്പോൾ ആ അമ്പലത്തിലേക്കുള്ള ഒരു വഴിപാടാണ് ഈ ഒരു കരിങ്കാളി കെട്ടിയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ ഒരു വഴിപാട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുറേ മുന്നേയിട്ട് അമ്മായി നേർന്നതായിരുന്നു, അപ്പോൾ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈമിലാണ് അത് ചെയ്യാനുള്ള ഒരു എല്ലാം ഒത്തു വന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ വീഡിയോയിൽ ഇല്ല, എന്നാലും കുറേയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളത്തിനടുത്ത് മൂക്കുതല എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട്. അവിടെയുള്ള ഒരു ക്ഷേത്രമാണ് ഈ കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രം കേട്ടോ. ഭദ്രകാളിയാണ്, ഉഗ്രമൂർത്തിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് ഈ ഒരു കരിങ്കാളി കെട്ടി ആടൽ. അപ്പോൾ നമ്മളിത് കാര്യസിദ്ധിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വഴിപാട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മൂക്കുതല പ്രദേശത്തുള്ള ഒട്ടുമിക്ക വീടുകളിൽ നിന്നും ഈ പൂരത്തിൻ്റെ അന്ന് ഇങ്ങനെ കരിങ്കാളി കെട്ടി പോവാറുണ്ട് കേട്ടോ. പറയ സമുദായത്തിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുക, ഇത് കെട്ടിയാട്. അതിന് നോലുമ്പും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. 2 ആഴ്ച മുന്നത്തെ നോലുമ്പൊക്കെ അവരെടുക്കും. അതുപോലെ തന്നെ നമ്മളും ഒരാഴ്ച മുന്നേ നോലുമ്പൊക്കെ എടുക്കും കേട്ടോ. അതായത് നോണൊന്നും കഴിക്കാണ്ട് നമ്മളും നോലുമ്പൊക്കെ എടുക്കും, എന്നിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു അതിവിശേഷമായിട്ടുള്ള ഒരു വഴിപാട് തന്നെയാണ് ഈ ഒരു കരിങ്കാളി കെട്ടി ആടൽ കേട്ടോ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഏൽപ്പിച്ചെടുക്കുക തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചടങ്ങുകൾ തുടങ്ങുന്നത്. ഈ കണ്ണേങ്കാവ് ഉത്സവത്തിൻ്റെ അന്ന് 2000-ഓളം കരിങ്കാളികളാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അത്രയും ഫേമസ് ആണ് ഇവിടുത്തെ ഈ പൂരത്തിൻ്റെ അന്നുള്ള ഈ ഒരു കരിങ്കാളി കെട്ടൽ ചടങ്ങിന്. അപ്പോൾ മാമയുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വഴിപാട് ചെയ്യുന്നത്. അപ്പോൾ അവളെ കൊണ്ടാണ് ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.